അപ്പം മിക്കവാറും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാം തന്നെ ഇതിൽ ഏറ്റവും വലിയ സ്രോതസ്സ് വെള്ളമാണ്. വെള്ളത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള വഴി മൂക്കാണ്. അത് ഒരു 90% എസ്റ്റാബ്ലിഷ് തന്നെയാണ്. അതില്ലാത്ത വളരെ ചുരുക്കം കേസുകളെ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം മൂക്കിലൂടെ ഈ അമീബയ്ക്ക് എങ്ങനെ അങ്ങോട്ട് പ്രവേശനം കിട്ടും എന്നുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഒന്ന് വെള്ളത്തിൻ്റെ ശുദ്ധിയാണ്. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള സാധാരണ കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം തന്നെ, അപ്പോൾ കിണർ വെള്ളം, ടാങ്കിലെ വെള്ളം അടക്കം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ വൃത്തിയില്ലാത്ത രീതിയിലാണെങ്കിൽ അതിൽ അമീബയ്ക്ക് വളരാൻ കഴിയും, പ്രത്യേകിച്ച് ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ. അത് നമ്മൾ പ്രതീക്ഷിക്കണം. ക്ലോറിനേറ്റ് ചെയ്യുക, ഇടവേളയിൽ ഇത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് അമീബയെ തടയാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തത് ഈ അമീബ ഉള്ള വെള്ളം എങ്ങനെ മൂക്കിലൂടെ ബ്രെയിനിലേക്ക് കയറും എന്നുള്ളതാണ്. അതിന് നമ്മുടെ മൂക്കിലൂടെ നല്ല ഫോഴ്സിൽ, നല്ല ശക്തമായിട്ട് വെള്ളം മൂക്കിൽ അറ്റത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ സാധ്യത ഏറ്റവും കൂടുന്നത്. എന്ത് രീതി, ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ, അല്ല ഡൈവ് ചെയ്യുക, വെള്ളത്തിലേക്ക് ചാടുക, അല്ലെങ്കിൽ വളരെ ഫോഴ്സിൽ നമ്മൾ മൂക്കിലേക്ക് വെള്ളം എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക, എന്തെങ്കിലും രീതിയിൽ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ആചാരത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേരത്തെയുള്ള അനുഷ്ഠാനം, അങ്ങനെ പല കാര്യങ്ങളിലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ ആലോചിക്കേണ്ടത് നമ്മൾ മൂക്കിൽ ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഞരമ്പിലൂടെ എങ്ങനെ ഒരു ഡ്രിപ്പ് കൊടുക്കുന്ന ആ വെള്ളത്തിൻ്റെ ശുദ്ധി എന്താണ്, അങ്ങനത്തെ ഒരു സ്റ്റെറൈൽ വെള്ളം മാത്രമേ നമുക്ക് മൂക്കിലേക്ക്, നിർബന്ധിതരാണെങ്കിൽ, ഒരു എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത്രയും ശുദ്ധിയുള്ള വെള്ളം മാത്രമേ നമുക്ക് മൂക്കിലേക്ക് നേരിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗം, പിന്നെ നീന്തൽ പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, ക്ലീൻ ചെയ്തിരിക്കണം. ബ്ലീച്ചിങ്, ഈ ക്ലോറിനേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. അത് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം. ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കണം. പിന്നെ നമ്മൾ പരാതി പറയുകയും ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നത് ക്ലോറിൻ കൂടുതലാണ്, കണ്ണ് നീറുന്നു, സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അതാണ്. അതിന് പകരം ക്ലോറിനേറ്റ് ചെയ്തതാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഈ രണ്ട് ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാനേ ഇപ്പം നിലവിൽ നമുക്ക് സാധ്യമായത്. ഈ അമീബകൾ എന്ന് പറയുന്നത് നമ്മളൊരൊറ്റ ഗ്രൂപ്പല്ല. നമ്മളിപ്പോൾ കൂടുതൽ സംസാരിച്ച എല്ലാം നെഗ്ലേറിയ എന്ന് പറയുന്ന അമീബയാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്. അതല്ലാത്ത പലതരത്തിലുള്ള അമീബകൾ ഉണ്ട്. അതിലിപ്പോൾ രണ്ടാമത് പറയുന്ന പേര് അക്കാന്തമീബ എന്ന് പറയുന്നതിന് ശരിക്കും എപ്പോഴും വെള്ളം തന്നെ ആവണമെന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതൊരു നമ്മുടെ ഒരു സർവ്വവ്യാപിയായിട്ടുള്ളൊരു സംഭവമാണ്. പൊടിയിലാണെങ്കിലും ചളിയിലാണെങ്കിലും. ഇപ്പം നമ്മൾ ഗാർഡൻ ചെയ്യുന്ന ആളുകൾ, അല്ലെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കാലിലൊരു മുറിവുണ്ട്, അവർ കൃഷി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അതിലൂടെ കയറാം. ആ പറയുന്നതിലാണ് പൊടി ചളി എന്നുള്ള വാക്കുകളൊക്കെ വരുന്നത്. പക്ഷെ അതൊക്കെ വളരെ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് അക്കാന്തമീബ നെഗ്ലേറിയെ പോലെയല്ല, കുറച്ചും കൂടെ ഒരു നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അവിടെയാണ് നമ്മൾ പൊടി എന്നൊക്കെയുള്ള ഒരു പ്രയോഗം വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും പ്രധാനപ്പെട്ട ഒരു റൂട്ടല്ല. നമ്മളെ ഈ ഒരു ചർച്ച വരുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കാര്യം, ആ മൂക്കിൻ്റെ കാര്യം മാത്രമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ വേണ്ടുന്നത്.